എന്താ പാട്? ഓ സൂപ്പർ, എന്താ തണുവ്. എല്ലാണപ്പാ. നമ്മൾ മഞ്ഞ് കാണാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കയറിയാലെങ്ങാനൊന്നും മഞ്ഞ് കിട്ടാന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇത് പറഞ്ഞു കൊടുക്കുന്നു, പ്ലാൻസ് പറഞ്ഞു കൊടുക്കുന്നു. ആ വയ്യ ഇവരെ വണ്ടിയല്ല ചത്ത വണ്ടി പോലെ എല്ലാം ഛർദി ചെയ്തു. എല്ലാരും ഛർദിച്ചു, ഞങ്ങളെ മൂഡ് മൊത്തം പോയി. നമ്മള് ഫുള്ള് വൈബ് അടിച്ചിട്ട് നമ്മള് മൊത്തം ജിൽജിലായിട്ട് നിന്ന് സ്നോ ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ജാക്കറ്റ്സ് റെന്റിന് എടുക്കണം. ഗായ്സ് നമ്മള് എന്താ അതിന് എന്തായാലും പറയാ, സ്നോ അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടി പോന്ന. അപ്പോൾ അവര് കുതിരപ്പുറത്താണ് നമ്മൾ മേലേക്ക് പോവാ. അവിടെ മഞ്ഞുണ്ട്, അവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മള് ഫുൾ പാക്കേജ് നമ്മൾ ഒന്നും നോക്കില്ല. പൈസ ഒന്നും പ്രശ്നമല്ല, നമ്മളെ അണ്ണന്മാരാണ്. അതുകൊണ്ട് അവര് പൈസ കുറച്ച് 2000 റുപ്യ നമുക്ക് 1500 റുപ്യക്ക് 3000 ആണോ, എന്നിട്ട് 1500 അത് 3000. പക്ഷെ നമുക്ക് 1500 വലിയ ഇഷ്ടമായി നമ്മളെ. അതുകൊണ്ട് ാവുന്നുണ്ട് ഗൈസ്, എനിക്ക് ഫിയറാവുന്നുണ്ട്. അപ്പൊ ഗൈസ് എല്ലാരും കേറി. പാത്തും കൂടിയാണല്ലേ. പാത്തുക്ക് ഒന്നിനും പേടിയില്ല. പാത്തു 1-2 വയസ്സ് മുതൽ ഈ കുതിരയിൽ ഓടിക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. അപ്പൊ നോക്കാം എന്താ. എന്തിന് കേറടി, സീനിലാട്ട ചവിട്ട്. എടാ കോമഡി. इतने लोग बेवकूफ हैं यहाँ पे. हाथ जोड़ो. चलो यार वजन डालो ना. मैं क्या कर रहे हैं आप? अरे तो इतने पर्सन नहीं है ना. यहाँ पकड़ो मेरे को. चलो जंप करो. जंप करो. हाँ गुड ജമ്പ്. അത്രേ ഉള്ളു. ഞാനും കൂടെ കയറട്ടെ. സനിയുടെ नीचे यार भैया മഞ്ഞിലേക്കെത്തി. മഞ്ഞ
പൈസ വെറുതെ പോയി, ഒരു കാര്യമില്ല. ഇവര് സെറ്റിട്ട പോലെ ഞാനുണ്ട്, ഒരു തേങ്ങയില്ല. ചുമ്മാ ഉണ്ടാക്കിയല്ലേ ആണോ? എൻ്റെ മുത്ത് ശരിയായ പണി കിട്ടി മുത്ത്. കഷ്ടപ്പെട്ട് കുതിരേൻ്റെ പുറത്ത് കയറിയിട്ട് മഞ്ഞ കാണാൻ വന്നേ. ഇതാ ഇവിടുത്തെ അവസ്ഥ. പാത്തുമെല്ലാം കുതിരേൻ്റെ പുറത്തല്ല, ഇതെല്ലാം അൽക്കുത്തെല്ലാം കളിച്ച് മേലെ എത്തി നോക്കുമ്പോൾ മഞ്ഞ് ഏതോ കാലത്ത് പെയ്ത മഞ്ഞ് ഫുൾ ഐസും കട്ടയായിട്ട്. അതിൻ്റെ മേലെയാണോ ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയുന്നുമില്ല. നിൽക്കുമ്പോഴത്തേക്ക് ഊരിയും പോയി. ഇതും വെച്ചിട്ട് കളിക്കാം. വീണ് ये देख लो, ये आपके सामने ही है, कितना है? ऐसे मत जाओ, ऐसे नहीं जाना. പാത്തക്കും മുണപ്പ് കൈസ്. Come here. First flight. പത്താണിക്ക് അതെ അതെന്താ പാത്തു പൂക്കി കളിക്കണം എന്ന് പറഞ്ഞ പാത്തൊന്ന് പൂക്കിയാണ് വരുന്നത്. 10 മണിക്ക് പൂക്കി കളിക്കാം നമുക്ക്. ഞാൻ വീണടിച്ച് വീണടാ. പാത്ത എണീക്ക്. അങ്ങനെ അവിടെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും വെച്ച് എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബയ്യ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു മേലേക്ക് ഒരു 30 മിനിറ്റ് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഫ്റ്റ് സ്നോ കിട്ടും. നമ്മൾ അങ്ങോട്ടേക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇവിടുത്തെ കളിക്കാ പിന്നെയോ മോള് പോരാ പറഞ്ഞേ. ഓക്കെ നല്ല പോ. ട്രക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കയറിയ വെറുതെ ലൈസ് ഏതാ പൊളി പൊളി. അപ്പോൾ സോഫ്റ്റ് സ്നോ ആണ്, മറ്റേമാതിരി ഭയങ്കര ഹാർഡല്ല, അടിപൊളി. പൈസയും കൊടുത്ത് ട്രക്കിങ്ങിന് കയറിയ ശരിക്കും ബേത്തായി. കാരണം താഴത്തെ മഞ്ഞെല്ലാം കട്ട പിടിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ നല്ല സോഫ്റ്റ് മഞ്ഞ് കിട്ടി. നല്ല തണുപ്പ്. നമ്മളോടെയുള്ള ബാക്കി 4 ആൾക്കാരും നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കയറിയില്ല. കഷ്ടപ്പെട്ട് കയറിയത് ബേത്തായി, ഒരു രക്ഷയില്ല. നല്ല പടക്കുന്നുണ്ട്. പടക്ക് ഏതുകൊണ്ട് 1/2 കിലോന് എത്രയാ? 300. ഏത് ഏത് 1/2 കിലോ 300. നീലേതാന്ന്? ഇതാവോലി. ഇതോ ചെമ്പല്ലി. ചെമ്പല്ലി ഐസിട്ട് വെച്ചിട്ടുണ്ട്. ഐസിട്ട് വെച്ചിട്ടുണ്ട് മോനെ. എത്ര ചെമ്പല്ലിക്ക് എത്രയാ? ചെമ്പല്ലിക്ക് എത്രയാ മോള? ഫ്രഷ് മീന് മോനെ കിട്ടിയല്ലേ. അങ്ങനെ ആടുന്ന സ്നോ എല്ലാം കണ്ട് പേരാന്ന കളി കളിക്കുന്നതിൻ്റെ എടുക്കാം. ഈ ചെറുതിനെ നമുക്ക് കിട്ടിയ ഇവരെ കൂടെ ഭയങ്കര സേരും.
എത്തിന് എണീറ്റതെല്ലാം കണ്ട ഞാൻ അവസാനം കളിയാക്കുന്നത് ഓട്ടെ ഓട്ടെ ബായ് കൊടുത്തു ബായ്